അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. സത്യത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നുവെന്ന് തുടർന്നുണ്ടായ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മനുഷ്യരെ പരീക്ഷിക്കുമോ? ഇതിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അബ്രഹാമിന് ദൈവത്തോടുള്ള അനുസരണത്തെയും വിശ്വാസത്തെയും ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ ഭക്തന്മാരുണ്ട്. ഉദാഹരണം ഇയ്യോബ്. ദൈവം ഇയ്യോബിനെ പരീക്ഷിച്ചതല്ലായിരുന്നു. പിശാചിൻ്റെ മുമ്പിൽ ഇയ്യോബിൻ്റെ ദൈവഭക്തി വെളിപ്പെടുത്തുവാൻ ദൈവം സാത്താനെ അനുവദിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ ദൈവം പലപ്പോഴും പല വ്യക്തികളുടെയും ദൈവാശ്രയവും ദൈവഭക്തിയും വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇയ്യോബിനെ പോലെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം യേശു തൻ്റെ ഐഹിക ജീവകാലത്ത് താൻ അനുഭവിച്ച പ്രതികൂലങ്ങളിൽ കൂടി മനസ്സിലാക്കിയതിനാലാണ് യേശു പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയിൽ പരീക്ഷയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥന ഉൾപ്പെടുത്തിയത്. പത്രോസിന് കോതമ്പ് പോലെ പാറ്റിക്കളയുവാൻ സാത്താൻ യേശുവിനോട് അനുവാദം ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് അനുവാദം ചോദിച്ചത്? പത്രോസിൻ്റെ വിശ്വാസത്തിൽ നിന്നും അവന് തള്ളിക്കളയണം. ഇതായിരുന്നു സാത്താൻ്റെ തന്ത്രം. എന്നാൽ യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ദൈവത്തിന് നാം കൊള്ളാകുന്നവരാണോ എന്നാണ് ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുദാഹരണമായി പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്: ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആളൊന്നിന് ഇടങ്ങഴി വീതം മന്ന പെറുക്കുവാനാണ് യഹോവ കൽപ്പിച്ചത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറവ് പെറുക്കിയവന് കുറവും കണ്ടില്ല. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങളിൽ പിറ്റന്നാളേക്ക് ആരും ശേഷിപ്പിക്കരുത് എന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് കുറേ ശേഷിപ്പിച്ചു. അത് ക്രമിച്ച് നാറിപ്പോയി. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ 6 ദിവസം മന്ന പെറുക്കണം, 7-ാം ദിവസമായ ശബത്ത് ദിവസത്തിൽ മന്ന ഉണ്ടാവുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യത്തിൽ 7-ാം ദിവസം ചിലർ പെറുക്കുവാൻ പോയി, പക്ഷെ മന്ന കണ്ടില്ല. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? ചെറുതോ വലുതോ ആയ പ്രമാണങ്ങൾ നമുക്ക് തന്നാൽ നാം അത് അനുസരിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അത്യല്പത്തിൽ നാം വിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരിടങ്ങഴി ഒരാൾക്കൊരു ദിവസം പെറുക്കുവാൻ പറഞ്ഞപ്പോൾ ഒത്തിരി വാരിക്കൊണ്ടുവന്നു. അളന്നപ്പോൾ ഒരിടങ്ങഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റന്നാളേക്ക് ശേഷിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശേഷിപ്പിച്ചു. അത് ക്രമിച്ച് നാറിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാം ദിവസം പെറുക്കുവാൻ പോകരുതെന്ന് പറഞ്ഞപ്പോൾ പെറുക്കുവാൻ പോയി, മന്ന ലഭിച്ചില്ല. ചെറിയ കൽപ്പനകളാണിതെല്ലാം. നാം അത് അനുസരിക്കുമോ ഇല്ലയോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും. നാം ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഉയർച്ച തീർച്ചയാണ്. 2-ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി നേരിടുന്ന പരീക്ഷ ജയിച്ചാൽ 3-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കും. അല്ലാതെ ജോലി ലഭിക്കുകയില്ല.
അതുകൊണ്ട് ചെറിയ ഒരു പരീക്ഷ മാത്രമേ അവർക്കുണ്ടാകൂ. അതുപോലെയല്ല IAS IPS പരീക്ഷകൾ. വളരെ അധ്വാനം ആവശ്യമായ പരീക്ഷകളാണ് ഈ രണ്ട് പരീക്ഷകളും. കാരണം ആ പരീക്ഷ പാസ്സായാൽ ആ വ്യക്തി ഒരു ജില്ലയുടെ ഭരണാധികാരിയായി തീരുകയാണ് ചെയ്യുന്നത്. അതിനാൽ അത്രമാത്രം കഷ്ടപ്പാട് അതിനുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നാം നേരിടുന്ന ചില പ്രതിസന്ധികളും പരീക്ഷകളും നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തു. ചെറിയ ടെസ്റ്റ് അല്ലായിരുന്നു അത്. നാം ആയിരുന്നെങ്കിൽ അതിനെ എങ്ങനെ നേരിടുമെന്ന് നാം ചിന്തിക്കണം. എന്നിരുന്നാലും ദൈവം അബ്രഹാമിനോടും നമ്മോടും ആവശ്യപ്പെടുന്നത് ഒന്ന് തന്നെയാണ്: നീ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ കൂടി അത് തന്നെയാണ് യേശു കർത്താവ് നമ്മോടും പറയുന്നത്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ദൈവവചനം വായിക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും ആത്മാർത്ഥമായി നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നാം ഈ മരണയോർദാൻ കടന്ന് നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കും. നാം സ്നേഹിക്കുന്ന സകലത്തെയും നാം തന്നെ ക്രൂശിൽ വെച്ച് ആണി അടിച്ചുകൊണ്ട് യാഗം കഴിക്കുവാനായാണ് നമ്മുടെ ക്രൂശെടുത്ത യേശുവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ കർത്താവായ യേശു ക്രിസ്തു ആവശ്യപ്പെടുന്നത്. അല്ലാതെ മരക്കുരിശെടുത്തുകൊണ്ട് നടക്കുവാനല്ല. ദൈവം തന്ന ഈ പുതിയ ദിവസത്തിൽ യേശുവിനേക്കാൾ കൂടുതൽ മറ്റെന്തിനെങ്കിലും നാം സ്നേഹിക്കുന്നുണ്ടോ? നാം തന്നെ അത് ശോധന ചെയ്യണം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന മരിച്ചുയർത്തവനായ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് മറ്റെന്തിനേക്കാളും നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. അവനാണ് നമുക്ക് വേണ്ടി സകല കഷ്ടതയും സഹിച്ചവൻ. നാം അവനേക്കാൾ കൂടുതൽ മറ്റാരെ സ്നേഹിച്ചാലും നമുക്ക് ആ സ്നേഹം തിരിച്ച് ലഭിക്കുകയില്ല. എന്നാൽ നാം മറ്റെന്തിനേക്കാളും കൂടുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചാൽ നിശ്ചയമായും നമ്മെ വെറുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും നമ്മെ വെറുക്കുവാൻ കഴിയുകയില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു സകല ഹൃദയങ്ങളെയും ഒരുമിപ്പിക്കുന്നവനാണ്. ആകയാൽ നമുക്ക് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.